ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഡ്ഡലിക്കും ദോശയ്ക്കും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഗാർലിക് ചട്നിപ്പൊടിയാണ്. ഈ ഒരു ചട്നിപ്പൊടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ച് നാളുകളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും സാധിക്കും. ഇനിയിപ്പോൾ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് 150 ഗ്രാം അളവിൽ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 25 വറ്റൽമുളക് ചേർത്തൊന്ന് വറുത്തെടുക്കാം. വറ്റൽമുളക് നല്ലതുപോലെ മൂപ്പായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്തൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി മൊരിയിച്ചെടുക്കാം. വെളുത്തുള്ളി എളുപ്പത്തിൽ മൊരിഞ്ഞു വരാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. വെളുത്തുള്ളിയിലെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ മൊരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം. വെളുത്തുള്ളിയും കോരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതേ പാനിലേക്ക് 1/4 കപ്പ് അളവിൽ മല്ലി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം. മല്ലിയും നല്ലപോലെ മൂപ്പായി കഴിഞ്ഞാൽ ഇതും നമുക്കിത് കോരി മാറ്റാം. വീണ്ടും 1/4 കപ്പ് അളവിൽ തന്നെ ഉഴുന്നുപരിപ്പ് ചേർക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ വറുത്തെടുക്കാം. ഉഴുന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായക്കട്ടയാണ് ഇതുപോലെ ഒന്ന് പൊടിയായി കീറി ചേർത്തിട്ടുള്ളത്. ഇവയെല്ലാം ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പില കൂടെ ചേർത്ത് വേണം ഒന്ന് മുരിയിച്ചെടുക്കാൻ. വറുത്തെടുക്കുന്ന ചേരുവകളൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചേരുവകൾ കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്ത് ചൂടാറി വരുമ്പോഴേക്കും ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ള ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനിയിപ്പോൾ പൊടിച്ചെടുത്ത പൊടി ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് ഉപയോഗത്തിന് ആവശ്യമായ പൊടി കുറേശ്ശെ എടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചട്നിപ്പൊടി ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ഇഡ്ഡലിയും ദോശയും കഴിക്കാനായിട്ട് ഇത് തന്നെ മതിയാകും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി വെക്കണേ. അതുപോലെ ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.